അപ്പം മുട്ട ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഒരു എഗ്ഗ് മഞ്ചൂരിയൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് പകുതി മുറിച്ചെടുത്തത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി വിതറി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇളക്കുമ്പോൾ മുട്ടയുടെ വെള്ളയിൽ നിന്ന് വേർപെട്ട് പോകാതെ വളരെ ശ്രദ്ധിച്ച് മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് 10-15 സെക്കൻഡ് ഒന്ന് ചൂടായ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് തൂളി കൊടുക്കാം. ആ മുട്ടയുടെ വെള്ള കളറൊക്കെ ഒന്ന് പോയിട്ട് ചെറിയൊരു കളർ വരാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സവോളയാണ്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് കുറച്ച് ക്യാപ്സിക്കവും കൂടെ അതുപോലെ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കൊടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി ക്യാപ്സിക്കത്തിനും സവോളയ്ക്കും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് ഇളക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല. ഒരു പകുതി മിച്ചം ലെവലിലൊന്ന് വഴണ്ടാൽ മതി. അതിനുശേഷം അതിലോട്ട് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചൊന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് ഈ ക്യാപ്സിക്കത്തിലോട്ടും സവോളയിലോട്ടും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് നല്ലപോലെ കട്ടയില്ലാത്ത പോലെ തരികളെല്ലാം പോയിട്ട് അതുപോലെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എഗ്ഗ് മഞ്ചൂരിയന് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഒന്ന് കുറുകി റെഡിയായി വരും. നമ്മുടെ ഗ്രേവി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.
നമ്മുടെ എഗ്ഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.